ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ഹസാർഡ്, ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടേംസാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. എന്താണ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ് എന്നുള്ളത് നോക്കാം. ഇങ്ങനെ പറയുന്നത്, ദിസ് ഈസ് എ റെസ്പോൺസ് ടു തിങ് അറൗണ്ട് യു that cause stress such as noise, crowding, heat, air pollution and pressure from work or surroundings. ഇത് നമ്മളെ മെൻ്റലി ഉള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് എൻവയോൺമെൻറ്റിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണോ അതിനൊക്കെയാണ് എൻവയോൺമെൻറ്റിൽ സ്ട്രെസ്സസ് എന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പറയാം, വലിയ സൗണ്ട് അല്ലേ, നമ്മളൊരു ടൗണിലൂടെ പോവുകയാണ്, നിരന്തരമായിട്ട് വാഹനങ്ങളുടെ ശബ്ദം, ഹോണടി കേൾക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ പോകണമെന്ന് നമുക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും അല്ലേ. പിന്നെ വല്ലാണ്ട് ചൂടുള്ള സമയം, പൊല്യൂഷൻ, അതെല്ലാം എന്താണ് ഒരു വളരെയധികം സ്ട്രെസ്സിന് കാരണമാവുന്ന സംഗതികളാണ് അല്ലേ. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് തന്നെയാണ് ഇത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എന്താണ് ഈ സ്ട്രെസ്സ് ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുക, അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. എന്ത് ചെയ്യുന്നതിനുണ്ട് ഫോർ ലോവർ അവർ സ്ട്രെസ് അല്ലേ. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊല്യൂഷനൊക്കെ അതിൽ പെട്ടതാണ്. പൊല്യൂഷനൊക്കെ കുറയ്ക്കുന്നത് എന്താണ്, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ബാധിക്കുക. എന്താണ് സ്ട്രെസ് ഉണ്ടായാൽ എന്താ കുഴപ്പം, നമ്മളെല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാവും അല്ലേ. നമ്മളെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിക്ക് നടക്കാത്ത ഒരവസ്ഥ നമുക്ക് വരും. എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് പിന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൽ പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ 90 ഡെസിബലിൻ്റെ കൂടുതൽ സൗണ്ട് വരികയാണെങ്കിൽ, നോയ്സ് മോർ ദാൻ 90 ഡെസിബൽ, അൺപ്രഡിക്റ്റബിൾ നോയ്സ് എക്സ്പോഷർ എലിവേറ്റ്സ് അവർ ബ്ലഡ് പ്രഷർ ആൻഡ് ഇൻക്രീസ് ഹാർട്ട് റേറ്റ്. അതായത് വലിയ സൗണ്ട് 90 ഡെസിബലിനൊക്കെ മുകളിലുള്ളതൊരു സൗണ്ട് വരികയാണെങ്കിൽ അത് നമ്മളെ ബ്ലഡ് പ്രഷർ എലിവേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണമാവും. പിന്നെ എന്താണ്, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അത് വലിയ രീതിയിലുള്ള ഹാർട്ട് ഡിസീസസിനും കാര്യങ്ങളിലേക്കൊക്കെ കാരണമാവും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നോക്കിയറിയാം, ഹോസ്പിറ്റൽ ഏരിയാസിൽ നോ ഹോൺസ് സൈൻ ബോർഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ, വണ്ടികൾ ഹോൺ അടിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഹാർട്ട് പേഷ്യൻസ് കാര്യങ്ങളുണ്ടാകുമ്പോൾ അതുവരെ എന്താണ് ബ്ലഡ് പ്രഷർ വേരിയേഷനും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ക്രൗഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അതാണ് ഒരു ഫിസിക്കൽ മെഷർ ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. ഒരു സ്ഥലത്ത് എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് എന്ത് നമ്മൾ ക്രൗഡിങ് എന്ന് പറയുക. ഈ ക്രൗഡിങ്ങിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത്, ക്രൗഡിങ് ഈസ് എ psychological state that occur when need for space exceed the available supply. അതായത് നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ട ഒരു സാഹചര്യമാണ്. അതിനാണ് നമ്മൾ ക്രൗഡിങ് എന്താണ് സൈക്കോളജിക്കലി നമ്മൾ ക്രൗഡിങ് എന്നുള്ളതിന് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഫിസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ കാണുന്ന ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം, ഒരു തിരക്ക് അല്ലേ, അതിനാണ് നമ്മൾ ക്രൗഡിങ് എന്ന് പറയാം. ഇത് നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടൊരു സ്പേസ് നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യം, അതിനാണ് നമ്മൾ ക്രൗഡിങ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യമായിട്ട് ഇരുന്നൊരു കാര്യം ചെയ്യണം, അതിനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ആ ഏരിയ നമുക്ക് ക്രൗഡഡ് ആണെന്ന് പറയാം. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മളെ മനസ്സിൻ്റെ പോലെ സ്ട്രെസ് ഉണ്ടാക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സ്മോൾ എക്സാമ്പിൾസാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അങ്ങനെ ഇഷ്ടംപോലെ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ വെച്ചുള്ള പല രീതിയിലുള്ള എക്സാമ്പിൾസ് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. 1-2 ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്ട്രെസ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് എമർജൻസിയാണ്. എമർജൻസി എന്ന് പറയുന്നതാണ് അത്യാഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. എമർജൻസിയിലെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ട കേസുകൾക്കാണ് നമ്മൾ എമർജൻസി എന്ന് പറയുക. എമർജൻസി ഈസ് എ സ്റ്റേറ്റ് വിച്ച് normal procedures are suspended and extraordinary measures are taken in order to avert a disaster. ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി കെയർ കൊടുക്കുക, അതിനാണ് നമ്മൾ എമർജൻസി എന്ന് പറയുക അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എമർജൻസി അത്യാഹിത വിഭാഗത്തിലേക്കാണ് കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ നമ്മളത് എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അപകടം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിനാണ് നമ്മൾ എമർജൻസി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹസാർഡിൻ്റെ കേസൊക്കെ പറയുമ്പോൾ നമ്മൾ എമർജൻസി എന്നുള്ളതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, പിന്നെ അടുത്ത ടേം പറയുന്നത് മിറ്റിഗേഷനാണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ലെങ്കിൽ അവോയ്ഡിങ് ഓഫ് ഡിസാസ്റ്റർ, അതിനാണ് നമുക്കെന്താ മിറ്റിഗേഷൻ എന്ന് പറയുക. മിറ്റിഗേഷൻ ഈസ് പെർമനൻറ്റ് റിഡക്ഷൻ ഓഫ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിൻ്റെ റിസ്കുകൾ കുറയ്ക്കുക, അല്ലെ ഡിസാസ്റ്റേഴ്സ് പലതും നമുക്ക് എന്താണ് അൺഅവോയ്ഡബിൾ ആണ്, അത് ഒഴിവാക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. എൻവയോൺമെൻറ്റൽ ഹസാർഡുകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ അതിൻ്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനാണ് മിറ്റിഗേഷൻ പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ ഈ മിറ്റിഗേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രൈമറി മിറ്റിഗേഷനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റെഡ്യൂസിങ് ഓഫ് ഹസാർഡ് ആൻഡ് റെഡ്യൂസിങ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന അതായത് കാഷ്വാലിറ്റീസ്, ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസ്, അതിനൊക്കെയാണ് വൾണറബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതാണ് പ്രൈമറി മിറ്റിഗേഷനായിട്ട് പറയുക. ഹസാർഡ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറയ്ക്കുന്ന ഒരു കാര്യം ചെയ്യുക. പിന്നെ സെക്കൻഡറി ഓക്കെ, അപ്പോൾ പ്രൈമറി മിറ്റിഗേഷൻ സെക്കൻഡറി മിറ്റിഗേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി മിറ്റിഗേഷൻ ഇതാണ് നമ്മളെന്താ വൾനറബിലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഹസാർഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സെക്കൻഡറി മിറ്റിഗേഷനായിട്ട് പറയുന്നത് പ്രിപ്പയർഡ്നെസ് ആണ്. നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക, ഒരു ഹസാർഡ് വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാം. ആദ്യത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഒരു ഹസാർഡ് ഒക്കർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ നമ്മൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു സൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ അത് ചെയ്യുക, പ്രിപ്പയർഡ്നെസ് എന്ന് പറയും. അത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഓഫ് ഹസാർഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ മിറ്റിഗേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെക്കഗ്നൈസിങ് ഡിസാസ്റ്റർ, അതായത് ഡിസാസ്റ്റർ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്യുക. അപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇതിൽ നമ്മൾ കൊടുങ്കാറ്റ്, അതേപോലെ വലിയ സുനാമി പോലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമുക്ക് അറിയാനുള്ളൊരു കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ രണ്ടാമതായിട്ട് ചെയ്യാനുള്ളത്, ഒന്നാമത്തെ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്തു, പിന്നെ അറ്റംപ്റ്റ്സ് മെയ്ഡ് ടു റെഡ്യൂസ് ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോഴുള്ള ഹാംഫുൾ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത് കുറയ്ക്കാൻ, കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ, ഡെത്ത് കുറയ്ക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതാണ് രണ്ടാമത്തായിട്ട് പറയുന്നത്. പിന്നെ അടുത്ത കാര്യമായിട്ട് പറയുന്നത് ലിമിറ്റ് ദ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ സഫറിങ് ആൻഡ് എക്കണോമിക്കൽ അസറ്റ്. അതായത് നമ്മളെന്ത് ചെയ്യുക, ഹ്യൂമൻ ബീങ്സിന് അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ, അതായത് സാധനങ്ങൾ നശിച്ചു പോവുക അല്ലേ, അത് എക്കണോമിക്കൽ അസറ്റുകളെയൊക്കെ ബാധിക്കും, അതായത് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കും. ഇതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ളൊരു പ്രൊസീജിയറിനാണ് നമ്മൾ എന്ത് ചെയ്യുക, മിറ്റിഗേഷൻ എന്ന് പറയുക അല്ലേ. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെന്താണ്, അത് ഹ്യൂമൻ ബീങ്സിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മിറ്റിഗേഷൻ പ്രോസസ്സുകൾ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞു മിറ്റിഗേഷനിൽ നമ്മൾ സെക്കൻഡറി മിറ്റിഗേഷനിലായിട്ട് പറയുന്നത് പ്രിപ്പയർഡ്നെസ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് preparedness are the measure that ensure the organized mobilization of personnel, fund, equipment and supplies within a safe environment to എഫക്റ്റ് റിലീഫ്. അതായത് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ മാറ്റുക, റീഹാബിലിറ്റി ചെയ്യുക, അവരെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക, സാധനങ്ങൾ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുക. ഓക്കെ, പിന്നെ പറയുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഈസ് ബിൽഡിംഗ് അപ്പ് ഓഫ് കപ്പാസിറ്റീസ് ബിഫോർ ഡിസാസ്റ്റർ സിറ്റുവേഷൻ പ്രിവെയിൽ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഇമ്പാക്റ്റ്. ഇതന്നെ നമ്മളെന്താ പറയുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, ഇതിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മൾ മുന്നേ റെഡി ആയിട്ടിരിക്കുക അല്ലേ. അതിന് വേണ്ടിയുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തുക, ആളുകൾക്ക് വേറെ താമസിക്കാനുള്ള സ്പേസ് കണ്ടെത്തുക, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുക, ഫുഡ് റിസർവ് ചെയ്യാനുള്ള, പിന്നെ ഫണ്ട്, എമർജൻസി റിസർവ് ഫണ്ട്,
പിന്നെന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസ്, അല്ല ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കുക. പിന്നെ വാർണിംഗ് സിസ്റ്റംസ് റെഡിയാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ റെഡി ആയിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നമ്മൾ പറഞ്ഞ ടേം മിറ്റിഗേഷനിലെ നമ്മൾ പരിചയപ്പെട്ട ടേമായിരുന്നു വൾണറബിലിറ്റി, അല്ലേ? വൾണറബിലിറ്റി നമ്മൾ പ്രൈമറി മിറ്റിഗേഷനിലാണ് നമ്മളത് കാര്യങ്ങൾ പറഞ്ഞത്. എന്താ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ, വൾണറബിലിറ്റി ഈസ് ദ ഡിഗ്രി ഓഫ് ലോസ് റിസൾട്ടിങ് ഫ്രം ദ പൊട്ടൻഷ്യലി ഡാമേജിങ് ഫിനോമിനൻ. അതായത് എത്രമാത്രം ലോസ് സംഭവിച്ചു, നമുക്ക് നാശനഷ്ടങ്ങൾ എത്രമാത്രം ഉണ്ടായി എന്നുള്ളതാണ് വൾണറബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് പോപ്പുലേഷൻ ടു സ്പെസിഫൈ ടൈപ്പ് ഓഫ് ഇവൻറ്റ്. അതായത് എന്ത് ടൈപ്പ് ഓഫ് ഇവൻ്റാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ റിസ്ക് എത്രമാത്രം നമുക്ക് റിസ്ക് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലേ? വൾണറബിലിറ്റി ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ ഡിഗ്രി ഓഫ് പോസിബിൾ ഓർ പൊട്ടൻഷ്യൽ ലോസ് ഫ്രം റിസ്ക് ദാറ്റ് റിസൾട്ട്സ് ഫ്രം ഹസാർഡ്സ് അറ്റ് എ ഗിവൺ ഇൻറ്റൻസിറ്റി. എത്ര ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ഹസാർഡ് ഉണ്ടായി, അതിൻ്റെ റിസ്ക് എത്രമാത്രമായിരുന്നു, അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, വൾണറബിലിറ്റി എന്ന് പറഞ്ഞ ടേം പറയാൻ പറ്റുക. പിന്നെന്താ പറയുന്നത്, ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻറ്റൻസിറ്റി ഇൻക്ലൂഡ്സ് ഏജ്, റെസിലിയൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്, ടെക്നോളജി, സോഷ്യൽ ഡിഫറൻസിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്, അല്ലേ? പ്രായം കൂടുതലുള്ള ആളുകൾ നമുക്ക് മാറ്റി പാർപ്പിക്കൽ കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടി വരും, അല്ലേ? അങ്ങനെയുള്ള കാര്യം ചെയ്യും. ടെക്നോളജി കുറച്ചും കൂടി നമുക്ക് ഡെവലപ്ഡ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലഡ് സമയത്തൊക്കെ ഉപയോഗിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആക്സിഡൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡാമേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റീഹാബിലിറ്റി ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനെ ബാധിക്കും. സോഷ്യൽ ഡിഫറൻസ്, പിന്നെ റീജിയണൽ ആൻഡ് ഗ്ലോബൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്സ്, ഇതെല്ലാം എന്താണ്, എക്കണോമി, ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഇതിനെ ബാധിക്കും. അപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എക്കണോമി ബെറ്റർ ആണെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിലാണ് പൊളിറ്റിക്സ്, അതിൻ്റെ എന്താണ് ആളുകൾ ഡിസൈഡ് ചെയ്യുന്ന ആളുകളുടെ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ അടുത്തൊരു ടേം പറയാനുള്ളത് റിസ്ക് ആണ്. നമ്മൾ റിസ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. റിസ്ക് ഈസ് ദ എക്സ്പെക്റ്റഡ് ലോസസ്. വൾണറബിലിറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസിനാണ്. അത് ഏത് ടൈപ്പ് ഹസാർഡാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു. വൾണറബിലിറ്റിയെ നമ്മൾ ഏത് ടൈപ്പോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റിനൊക്കെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ വൾണറബിലിറ്റി പറയുക, അല്ലേ? അപ്പോൾ ഏത് ടൈപ്പ് ഹസാർഡാണ് അതിൻ്റെ വൾണറബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ടേമാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് ലോസ് ആയിട്ട് നമ്മൾ പറയുക. എക്സ്പെക്റ്റഡ് ലോസ് ഡ്യൂ ടു പർട്ടിക്കുലർ ഹസാർഡ്, ഒരു പർട്ടിക്കുലർ ഹസാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ലോസ് ഉണ്ടാകുന്നു. അത് ഈ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജീവൻ നഷ്ടപ്പെടുന്നതാവാം, പിന്നെ ഇഞ്ചുറീസ് ആവാം, ഡാമേജസ് ടു പ്രോപ്പർട്ടീസ് ആവാം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം, എക്കണോമിക്കൽ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നതാവാം. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലോസസ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഹസാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ലോസ് ഉണ്ടായെന്ന് പറയുന്നതാണ് നമ്മൾ റിസ്ക് എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറയാം, റിസ്ക് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി എന്ന് പറയാം. പിന്നെ എങ്ങനെ റിസ്ക് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ വിൽ എക്സ്പീരിയൻസ് എ ഇവൻറ്റ് ഇൻ ദ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പീരീഡിൽ ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് റിസ്ക് എന്നുള്ള ടേം കൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റിസ്ക് അത് പ്രൊഡക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു അരിത്തമെറ്റിക് ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ പറഞ്ഞാൽ ദ അസോസിയേഷൻ ഈസ് നോട്ട് സ്ട്രിക്ട്ലി അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹസാർഡിന് നമുക്കൊരു ജസ്റ്റ് ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കാനോ അല്ലെങ്കിൽ വൾണറബിലിറ്റീന് ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കാനോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല, അല്ലേ? അപ്പോൾ അതൊരു കൺസെപ്ച്വലായിട്ടുള്ള കാര്യത്തിലാണ് പറയുന്നത്. ഹസാർഡിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വൾണറബിലിറ്റി എത്ര ഉണ്ടാവും എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് എന്നുള്ള ടേം മനസ്സിലാക്കുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസ്, ഒരു മൊത്തത്തിലുള്ളൊരു ലോസിനെയാണ് ഒരു ഹസാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ റിസ്ക് എന്നുള്ള ടേം കൊണ്ട് മനസ്സിലാക്കുക. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് റിസ്ക് ഈക്വൽ ടു ഹസാർഡ് ഇൻറ്റു വൾണറബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ.